ക്യാമ്പസിൽ അല്ലെ ആ വേറെ സ്ട്രാഗുള്ള ഒരാളെ ജീവിയും അദ്ദേഹത്തിന്റെ കൂടെ കോമ്പോ ഉണ്ടായിരുന്നല്ലോ. എങ്ങനെ ഉണ്ടായിരുന്നു ഒരു ടേസ്റ്റ് ബേസ് ഉള്ള റിയാക്ഷൻസ് ഉണ്ടാവും? അത്രയും ഹിസ്റ്ററീസ് ഉള്ള ഒരു ലെജൻഡറിയാണ് അദ്ദേഹം. എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു കോമ്പോ, അവരുമായിട്ടുള്ള എക്സ്പീരിയൻസ്, അവരുമായിട്ടുള്ള എക്സ്പീരിയൻസ്? ഗൗതം സാറുമായിട്ട് അതിനെ സ്ക്രീനിങ് സ്പേസ് ഷെയർ ചെയ്യാൻ പറ്റിയതിലൊക്കെ ഒത്തിരിയധികം സന്തോഷം. കാരണം നമ്മളെല്ലാവരും ആരാധിക്കുന്ന എസ്പെഷ്യലി ഗേൾസ് കുറച്ച് അധികം ഫാൻസ് ഉണ്ട് സാറിന്. അത്രയൊരു റൊമാൻറ്റിക് ക്യാരക്ടറാണ് ഗൗതം സാർ. അപ്പം ഗൗതം സാറിൻ്റെ കൂടെ സ്ക്രീൻ ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ സാറിന് ആദ്യമായിട്ട് കാണുന്നതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എന്താ പറയുക, വളരെ സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു. സാറിൻ്റെ കൂടെ ആയിരുന്നു നമ്മുടെ ആ ടീമിന് മോസ്റ്റ് ഓഫ് ദ കോമ്പറ്റീഷൻ സീൻസ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു ബോണ്ടിങ് ഉണ്ടായിരുന്നു സിനിമയിൽ. നമ്മുടെ ആ ഒരു ടീമിനൊരു ബോണ്ട് ഉണ്ടല്ലോ, അത് ത്രൂ ഔട്ട് ദ ഫിലിം ഷൂട്ടിലും സെറ്റ്സിലും എല്ലാം അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഗൗതം സാറിനെ കാണുന്ന സമയത്ത് ആദ്യത്തെ ദിവസമൊക്കെ നമുക്ക് ഭയങ്കര പേടിയായിരുന്നു. 3 പേർക്കും ശ്രീകരനായാലും റിഞ്ചണ്ണായാലും എനിക്കായാലും. പക്ഷേ സാർ അത് ഭയങ്കര ഈസി ഹാൻഡിൽ ചെയ്ത്, അത് സാറിന് അറിയാം കാരണം എത്രത്തോളം പേടി വരും നമ്മളെ കൊണ്ട് ആൾക്കാർ വരുന്ന സമയത്ത് എന്ന രീതിയിൽ. പക്ഷെ അത് വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫീൽ വെരി ലക്കി ടു ബി വൺ ഓഫ് ദിസ് മൂവി. ഐശ്വര്യ, എങ്ങനെയുണ്ടായിരുന്നു ഇന്നലെ സിനിമ റെസ്പോൺസുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്? എങ്ങനെയുണ്ടായിരുന്നു റിയാക്ഷൻസ് ഒക്കെ? എങ്ങനെയുണ്ടായിരുന്നു? I'm feeling very, very happy, extremely grateful. എല്ലാവർക്കും പടം ഇഷ്ടമായി എന്ന് കേട്ടു. ആൻഡ് റിവ്യൂസ് ഒക്കെ എല്ലാം പോസിറ്റീവാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ആൻഡ് വളരെ സന്തോഷം, എക്സ്ട്രീംലി ഗ്രേറ്റ്ഫുൾ ആൻഡ് എക്സ്ട്രീംലി ഹാപ്പി. ഒരു ചോദ്യം ചോദിക്കണം. അതായത് ഇപ്പം നോർമലി സോഷ്യൽ മീഡിയയിൽ ഇപ്പം കുറച്ച് തിയേറ്ററിലൂടെ വന്ന് കുറച്ച് പേരുണ്ട്. അപ്പം സിനിമാക്കാരെ തന്നെ പറയുന്നത് ഇങ്ങനെയുള്ളവരെ പ്രൊമോട്ട് ചെയ്യുന്നത്, മീഡിയാസ് ഇങ്ങനെയുള്ളവരെ പ്രൊമോട്ട് ചെയ്യാൻ പാടില്ല, സിനിമ ദോഷം ചെയ്യുന്നത് പറയുന്നത്. അപ്പം ഈ സിനിമയിൽ തന്നെ സന്തോഷം ഈ ഒരു സീൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഭയങ്കര സീരിയസ് ആയിട്ട് ഉള്ള മൊമെന്റിലെ ഒരു സീനില്ലാത്ത അദ്ദേഹത്തിന് വരുന്നു, പെട്ടെന്ന് ആളുകൾ ഞെട്ടിപ്പോയി. അപ്പോൾ സിനിമയിലുള്ളവർ തന്നെ ഇങ്ങനെ 2 പക്ഷം പറയുമ്പോൾ എന്താണ് ചെയ്യുന്നത്? അത് ഡയറക്ടറുടെ കോളാണ്. അത് എന്തുകൊണ്ടെന്ന് എങ്ങനെയാണ് വന്നതെന്നുള്ളത്. പക്ഷെ ഞാൻ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തൊരു മൊമെന്റ് ആയിരുന്നു. പിന്നെ അങ്ങനെ ഇപ്പോൾ റിവ്യൂ പറയുന്ന ആളുകൾക്ക് സിനിമ വരാൻ പറ്റില്ല എന്നൊന്നുമില്ല. അങ്ങനെയുള്ളവരെ പ്രൊമോട്ട് ചെയ്യാൻ സെൻസ് അവരുടെ റിവ്യൂസിനല്ലേ പറയാം. ഈ ഒരാളുടെ ഇല്ലെങ്കിൽ ഈ ഒരാളുടെ എന്താ പറയുക ഫേസ് വാല്യൂവിനെയോ ഫെയിമിനെയോ അയാൾക്കുള്ള ഒരു പബ്ലിക് ഇമേജ് ഉണ്ട്, അതിനെ യൂട്ടിലൈസ് ചെയ്യുന്നില്ല. എന്താണെന്ന് പറ്റും ഇപ്പോൾ ഇവിടെ ഇൻസ്റ്റാഗ്രാം റീൽ എടുക്കുന്ന ആളുകൾ എത്ര പേര് സിനിമകളോ അത് അവരുടെ പബ്ലിക് ഇമേജിനെ യൂട്ടിലൈസ് ചെയ്യുന്നില്ലേ, അവർക്കുള്ള ആ ഒരു ഇമേജിനെ അതുപോലെ തന്നെ യൂട്ടിലൈസ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിൽ തെറ്റൊന്നുമില്ല. അപ്പോൾ ഈ മൊമെന്റിൽ അത് എത്രത്തോളം ബ്ലണ്ടർ ആണെങ്കിൽ എത്രത്തോളം ഡൈവേർട്ടായി പോയി എന്ന് കാണിക്കാൻ പറ്റുന്ന ഒരു അവസരമായിട്ടാണ് തോന്നിയത്. എനിക്കൊന്നും ഇറ്റ്സ് ബെറ്റർ ചോയ്സ്. നല്ല രസമുണ്ട്. ഞാൻ ഭയങ്കര ചെയ്തു.